ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് തുടങ്ങാം. അപ്പോൾ നമുക്കിന്ന് മീൻ കറി ഉണ്ടാക്കാം. ഇന്ന് അയിലയാണ് മീൻ. സോ ആദ്യം ഒരു ചട്ടി വെക്കുക. ആ ചട്ടിയിലേക്ക് ഒരു 4-5 ചുവന്നുള്ളി ചതച്ചതും ഒരു വിരൽ വലുപ്പത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണം ചതച്ചതും ആഡ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 2 പച്ചമുളക് നടുകീറിയത് ആഡ് ചെയ്യുക. ഇനി ഒരു മുഴുവൻ തേങ്ങയുടെ പാല് എടുത്തത്, ഫസ്റ്റ് പാല് തന്നെ, ആ പാലെടുത്തത് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുക. ഇനി ഒരു മിക്സിയുടെ ജാറിൽ ഒരു 5 ടീസ്പൂൺ മുളക് പൊടി. മിക്സിയുടെ ജാറിൽ എന്തിനാണ് ഇടണമെന്ന് വെച്ചാൽ നമ്മൾ ഈ മസാല ഉണ്ടാക്കുമ്പോൾ ഒന്ന് കുറുകിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഡയറക്റ്റ്ലി ചട്ടിയിലിടാം, ബട്ട് ഇങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി തിക്കായിരിക്കും കറി. 5 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 4 സ്പൂൺ അല്ലെങ്കിൽ 4.5 ടീസ്പൂൺ ഓഫ് മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് നമ്മൾ നേരത്തെ ചട്ടിയിലേക്ക് ഇട്ട് വെച്ചിട്ടുള്ള സാധനങ്ങളിലേക്ക് ആഡ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില നന്നായി ഒന്ന് തിരുമ്മിയിട്ടിടുക. എന്നിട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ നോക്കുക. പിന്നെ ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, മീൻ കറിയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പുളിയാണ്. അപ്പോൾ പുളി നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുക്കുക, അത് പിഴിഞ്ഞ് വയ്ക്കുക. ആ വെള്ളം ഇതിലേക്ക് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കി ടേസ്റ്റൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് മീൻ കറിയുടെ ബേസിക് സെറ്റപ്പ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്കിത് മെല്ലെ അടുപ്പത്തേക്ക് മാറ്റാം. അടുപ്പത്ത് വെച്ചിട്ട് മീൻ ആഡ് ചെയ്യണേക്കാളും മുന്നേ കറി നന്നായി തിളപ്പിക്കുക. വെട്ടി തിളയ്ക്കുന്ന വരെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. കാരണം മീൻ ആദ്യമേ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോവും. സോ ഈ ഒരു പരുവത്തിൽ കറി തിളയ്ക്കുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇത്ര ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ കഴുകി നുറുക്കി വെച്ചിട്ടുള്ളത് ആഡ് ചെയ്യാം. നല്ലോണം വേവ് കൂടുതലുള്ള മീനാണെങ്കിൽ നമുക്ക് ആദ്യമേ ആഡ് ചെയ്യാം. പൊതുവെ ബാക്കിയുള്ള മീനുകളൊക്കെ നമ്മൾ കറി ഒന്ന് തിളച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ആകെ പൊടിഞ്ഞ് നാശകോശമാവും. സോ എല്ലാ കഷ്ണങ്ങളും ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി വെക്കുക. വെജിറ്റേറിയൻസൊക്കെ ആണെങ്കിൽ നമ്മൾ മീൻ കുക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മസാല ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആദ്യമേ ഉപ്പൊക്കെ നോക്കി സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു പൊടി മേലെ നിർത്തി കഴിഞ്ഞാൽ മീനും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റായിരിക്കും. അല്ലാത്തവർക്ക് ഇത് തിളച്ച് വരുമ്പോൾ ഒന്നും കൂടി ഉപ്പൊക്കെ നോക്കി ലെവൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് തിളയ്ക്കുന്ന സമയത്ത് നമ്മളൊരു പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഒരു 4 ചുവന്നുള്ളി സ്ലൈസ് ചെയ്തതും കുറച്ച് വേപ്പിൻ്റെ ഇലയും 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ഒന്ന് മൂപ്പിക്കുക. കറി തിളച്ച് റെഡിയായി വരുമ്പോൾ അതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ രണ്ടും നമുക്ക് എന്താ പറയുക, ഒരുമിച്ച് 2 അടുപ്പിലായിട്ട് നടത്താം. അതാണ് ഇത് സൈഡിൽ കൂടെ കാണിക്കുന്നത്. അപ്പോൾ മീൻ വയൽ അവിടെ കറി നന്നായി വെട്ടി തിളച്ചിട്ടുണ്ട്. മീനൊക്കെ വെന്തോ നോക്കുക. നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസി നമ്മുടെ ഇഷ്ടത്തിന് ലെവൽ ചെയ്യുക. ഇപ്പോൾ ചിലർക്ക് ഭയങ്കര വാട്ടറി ആയ കറിയായിരിക്കും വേണ്ടത്, ചിലർക്ക് കുറച്ച് തിക്കായ കറിയായിരിക്കും വേണ്ടത്. ഇവിടെ ഒരുവിധം പാകത്തിന് വറ്റിയാലാണ് നമ്മുടെ അവിടെയൊക്കെ ഇഷ്ടം. അപ്പോൾ പാകം വറ്റുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരുപാട് കുത്തി ഇളക്കാതിരിക്കുക. ആവശ്യത്തിന് വറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ മൂപ്പിക്കാൻ വെച്ച ചുവന്നുള്ളി ഇപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ടാവും. അത്രയും കളർ മതി. ഇനി നമുക്ക് ഈ കറി ഓൾമോസ്റ്റ് ആ പാകമായിട്ടുണ്ട്, പാകം വറ്റലായിട്ടുണ്ട്. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഉള്ളിയുടെ സംഭവം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഒരു ബേസിക് മീൻ കറി ഉണ്ടാക്കാനുള്ള സിമ്പിൾ സ്റ്റെപ്സ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം വേണമെങ്കിൽ മൂടി വയ്ക്കാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.